ചുറ്റിക വാങ്ങിയ കടയിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാനുമായി തെളിവെടുപ്പ് നടത്തുന്നു. ചുറ്റിക വാങ്ങിയ കടയിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് കൂടിയാണ് പോകുന്നത്. ഉമ്മയെ തലക്കടിച്ചു കൊല്ലാൻ ശ്രമം നടത്തുകയും വാപ്പയുടെ ഉമ്മയെയും പ്രിയപ്പെട്ട പെൺകുട്ടിയെയും സഹോദരനെയും പിതൃ സഹോദരനെയും ഭാര്യയും ഒക്കെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്ന അഫാൻ ആ ചുറ്റിക വാങ്ങിയ കടയിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. ആഷൻ ഡിയാഗോ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. വെഞ്ഞാറമൂട് അഫാൻ ചുറ്റിക വാങ്ങിയ കടയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആഷൻ ഡിയാഗോ, ഇപ്പോൾ വെഞ്ഞാറമൂട് ഈ കടയിലാണോ തെളിവെടുപ്പ്? ഈ കടയിലാണല്ലോ റിനു സീനർ ആദ്യം പോയി ഈ അഫാൻ ഇവിടെ വന്ന് ചുറ്റിക വാങ്ങിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി അവർക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞത്. ഏത് കടയിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്? ഡോക്ടർ അരുൺ, ഈ കൊലപാതക കേസിൽ ഏറ്റവും നിർണായകമായ ചുറ്റിക വാങ്ങിയ കടയിലാണ് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ അഫാനുമായി ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തുന്നത്. വെഞ്ഞാറമൂട് ജംഗ്ഷന് സമീപം ബസ് സ്റ്റാൻഡിന് സമീപത്തായുള്ള കടയിലാണ് ഈ അഫാൻ ഇവിടെ വന്ന ഈ കൊലപാതകങ്ങൾ അത്രയും നടത്തിയ ചുറ്റിക മേടിച്ചിട്ടുള്ളത്. ആ കടയിലാണ് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ അഫാനെ ഇവിടെ എത്തിച്ച തെളിവെടുപ്പ് നടത്തുന്നത്. അല്പസമയം മുമ്പാണ് അഫാനെ വലിയ പോലീസ് സുരക്ഷയോടുകൂടി ഇവിടെ എത്തിച്ച ഈ ഒരു തെളിവെടുപ്പ് നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ ഈ വാങ്ങിയ കടയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ, അതായത് അഫാന്റെ കസ്റ്റഡി അപേക്ഷ കാലാവധി ഇന്ന് അവസാനിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് എത്രയും വേഗത്തിലാക്കുക എന്നുള്ളതാണ് പോലീസ് ശ്രമിക്കുന്നതും. കഴിഞ്ഞ ദിവസവും അഫാന്റെ ഉമ്മുമ്മയുടെ വീട്ടിലും അഫാന്റെ വീട്ടിലും പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിനു മുൻപ് തന്നെ പോലീസ് തെളിവെടുപ്പിന് എത്തിക്കുന്നതിന് മുൻപ് തന്നെ അഫാന്റെ തലകറങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇപ്പോൾ ഇതാ വെഞ്ഞാറമൂട് ഈ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഈ കടയിലെത്തി ചുറ്റിക വാങ്ങിയ ഈ കൊലപാതകങ്ങൾ അത്രയും നടത്തിയ ചുറ്റിക വാങ്ങിയ കടയിലാണ് പോലീസ് ഇപ്പോൾ അഫാനുമായി തെളിവെടുപ്പ് നടത്തുന്നത്. ഇവിടെ അഫാനെ എത്തിച്ചതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുമുണ്ട്. പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പാണ് അഫാനെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഇതിന് ശേഷമാകും നെടുമങ്ങാട് കോടതിയിലടക്കം ഹാജരാക്കുക. അതിനുശേഷമാകും മറ്റ് പോലീസ് ഈ കസ്റ്റഡി വാങ്ങുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിലവിൽ എന്തായാലും പാങ്ങോട് പോലീസാണ് ഇപ്പോൾ ഇവിടെ എത്തി ഈ അഫാനുമായി തെളിവെടുപ്പ് നടത്തുന്നത്. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി കഴിഞ്ഞ ശേഷം ഇന്ന് തന്നെ വൈകിട്ടോടുകൂടി നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീടാകും വെഞ്ഞാറമൂട് പോലീസ് കിളിമാനൂർ പോലീസും ഈ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയുള്ളത്. കിളിമാനൂർ പോലീസാണ് ഇപ്പോൾ തെളിവെടുപ്പിന് ശേഷം അഫാനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ ഒരു കൊലപാതകം ഉപയോഗിച്ച ഈ ഒരു ചുറ്റിക വാങ്ങിയ ശേഷം അഫാനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ അഫാൻ ഇവിടെ ഉണ്ട് എന്ന് അഫാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ആളുകൾക്കിടയിലൂടെ വകുന്നുമാണ് പോലീസ് ഇപ്പോൾ അഫാനെ സ്റ്റേഷൻ പോലീസ് ജീപ്പിലേക്ക് വീണ്ടും കയറ്റിയിരിക്കുന്നത്. ഒരു കൂസലുമില്ലാതെയാണ് അഫാൻ നിലവിൽ പോലീസുമായി സഹകരിക്കുന്ന പോലീസ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.